നൗഷാദിൻ്റെ വർത്തമാനം കേട്ടാൽ കരുതും നമ്മളൊക്കെ മടവൂർ ശൈഖുനയുടെ മറ്റേ കറാമത്തുകളെ നിഷേധിക്കുന്ന ആളാണ്, മടവൂർ ശൈഖുനയെ എതിർക്കുന്ന ആളുകളിൽപ്പെട്ട ആളുകളാണെന്ന് തോന്നിപ്പോകും. അവൻ്റെ സംസാരം കേട്ടാൽ അങ്ങനെ വരിക. ഓപ്പം സംസാരിക്കുന്നുണ്ട്, ഒരു സംസാരിക്കുന്നുണ്ടെന്ന് കേട്ടോ കൂടിയിട്ടാണ്. നമ്മളിങ്ങനെ പോയാൽ മനുഷ്യന്മാർ മാത്രമല്ല, മർക്കസിൽ നിന്നിറങ്ങിയ മൗലിദിൽ 61-ാമത്തെ പേജിൽ കാണാം, മടവൂർ ശൈഖുനയുടെ കറാമത്തുകൾ ഒക്കെ വിമർശിക്കുന്ന ആളുകളായിട്ടാണ് AP വിഭാഗത്തിന് ആര് കാണുന്നത്? നൗഷാദ് കാണുന്നത്, നൗഷാദ് ചിത്രീകരിക്കുന്നത്. എന്നാൽ നൗഷാദ് വായിക്കുന്നതാണെങ്കിലോ മർക്കസിൽ നിന്ന് മഹാനായ മടവൂർ CM വലിയുള്ളാഹിയെ സംബന്ധിച്ച് ഇറക്കിയ കിതാബ്, CM വലിയുള്ളാഹിയുടെ കറാമത്തുകളും മറ്റു കാര്യങ്ങളും പറഞ്ഞ് ഇറങ്ങിയ കിതാബ്, അത് മർക്കസിൽ നിന്ന് ഇറക്കിയ കിതാബാണ്. മർക്കസിൽ നിന്ന് ഇറക്കിയ കിതാബ് നോക്കിയിട്ടാണ് ആര് വായിക്കുന്നത്? നൗഷാദ് വായിക്കുന്നത്. എന്നിട്ട് ഓൻ്റെ മറ്റേ മക്കാറാക്കിയ ചിരി ഉണ്ടല്ലോ, ആ ഇളിമ്പിയ ചിരി, കുരങ്ങ ഇഞ്ചടിച്ച ചിരി, അത് ചിരിച്ചുകൊണ്ടാണ്, പരിഹസിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യണത്? മഹാനായ മടവൂർ CM വലിയുള്ളാഹിൻ്റെ കറാമത്ത് പറയണതോ അതിൽ നോക്കിയിട്ട് ആ പറയണത് കേട്ടോ നോക്കി. فكان يسيه زاهدا اما سوى الحنان في غابات ويناد الى മൈസൂർ ഫർദാൻ. വയനാട്ടിലും മൈസൂരും പല സ്ഥലങ്ങളിലുള്ള കാടുകളിലൂടെ ശൈഖുന യാത്ര ചെയ്യും. മർക്കസിൽ നിന്ന് ഇറങ്ങിയ കിതാബാണ് വായിക്കുന്നത് കേട്ടോ. മർക്കസിൽ നിന്ന് ഇറങ്ങിയ കിതാബാണ് വായിക്കുന്നത്. അത്രയും ചരിത്രങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ആ കിതാബിൽ? എന്ത് ചെയ്തിട്ടുണ്ട്? മഹാനായ ശൈഖുന മടവൂർ CM വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളെ പറഞ്ഞിട്ടുണ്ട്. അന്ന് ഭക്ഷണം ഇലകളാണ്, മരങ്ങളിൽ നിന്ന് കിട്ടുന്ന വല്ല പഴങ്ങളുമാണ്, അതും നിർദ്ദേശിക്കപ്പെട്ടത് മാത്രം. അതിനത്രയും ഹാലിലെത്തിപ്പോയാൽ മഹാനായ മടവൂർ CM വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങൾ, അപ്പോൾ മഹാനവറുകൾ ഇലകളും അതുപോലെ തന്നെ അങ്ങനത്തെ കാട്ടുപഴങ്ങളും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്? തിന്നുകൊണ്ട് ജീവിക്കുന്നത്. മറ്റൊരുത്തൻ്റെ പഴങ്ങൾ എന്ന് പറയുമ്പോൾ മറ്റൊരുത്തൻ്റെ മാങ്ങടുത്ത് തിന്നല്ല കേട്ടോ, അതുപോലെ മറ്റൊരുത്തൻ്റെ ചക്ക എടുത്ത് തിന്നല്ല, മറ്റൊരുത്തൻ്റേതായ കുഴിച്ചിട്ടുണ്ടാക്കി അവൻ്റെ കൃഷി പൊട്ടിച്ചുകൊണ്ടുള്ള പരിപാടിയല്ല പറഞ്ഞത്. അത് കാട്ടുഭക്ഷണങ്ങൾ, കാട്ടുപഴങ്ങൾ, അതുപോലെ തന്നെ ഇലകൾ, പുല്ലുകൾ. കാരണം എന്തുകൊണ്ട് വെച്ചാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നിർമ്മിച്ച് വെച്ച ആ സാധനം തിന്നുകൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത്രയും സൂഫി വര്യനായി പോയാൽ മഹാനായ മടവൂർ CM വലിയുള്ളാഹി. വലിയ പാമ്പുകൾ, കുരങ്ങന്മാര്, ആനകള്, പുലികള്, കരടികള് ഇതൊക്കെ ഉണ്ട് അവിടെ ആ കാട്ടിൽ. അവരോടൊക്കെ നല്ല ഇണക്കത്തിലാ ശൈഖുന. എന്നിട്ട് പറയുന്ന കാണാ, ശൈഖുന ചിലപ്പോ കാട്ടിൽ നിന്ന് പുറത്തു വരും, പിന്നെ ആടിനെ പോകാണ്ടാവും. അപ്പൊ ശൈഖുന പറയും, എന്താ പറഞ്ഞ്? സിംഹവും കരടിയും പുലിയും ഒക്കെ ഞാൻ അവിടെ വരുന്നത് പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ്, നിങ്ങളെ കാണാൻ വേണ്ടി ഒന്ന് വന്നതാണ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അങ്ങോട്ട് തന്നെ പോകും. വഖാല പറഞ്ഞ മറ്റൊരിക്കൽ ശൈഖുന പറഞ്ഞു, അത് ഇതിപ്പോഴും ഉണ്ടോ അറിയില്ല, മർക്കസ് ഇറക്കിയ സംഭവമാണ്. ആ കിതാബ് മർക്കസിൽ നിന്ന് ഇറങ്ങിയതാ മോനെ നൗഷോ, മർക്കസിൽ നിന്ന് ഇറങ്ങിയതാണ്. എന്നിട്ട് ഇപ്പോഴും ഉണ്ടോ എന്നാവുന്നു? അതുണ്ടോ? അതുണ്ട്. ഏതായാലും ചെന്ന് സമ്മതിച്ചല്ലോ, സംഗതി ഉള്ളതാണ് പറഞ്ഞിട്ട് ചെന്ന് സമ്മതിച്ചല്ലോ. ഇജ് അങ്ങനെ പറഞ്ഞ് ഞാൻ കരുതിയില്ല. ഇത് ചിലപ്പോൾ ഇത് മടവൂരിനെ സംബന്ധിച്ച് നുണ അറിയണമെന്ന് പറഞ്ഞാണ്ട് ചിലപ്പോൾ പറയാൻ സാധ്യത ഉണ്ടെന്ന് കരുതിയിരുന്നു. അപ്പോൾ അതുണ്ടല്ലേ. അപ്പോൾ അതിലുള്ള പിന്നെ മടവൂരിനെ സംബന്ധിച്ച് കണ്ട് എഴുതിയത് ഉള്ളത് തന്നെയാണ് ഇപ്പോൾ മർക്കസ് എന്ന് എഴുതിയത് അല്ലേ? അൽഹംദുലില്ലാ, അതെങ്കിലും ഒന്ന് സമ്മതിച്ചല്ലോ. അതായത് നമീർ പറഞ്ഞ പുലി, അസദ് പറഞ്ഞ സിംഹം, അവര് രണ്ടുപേരും എന്നോട് ചോദിച്ചു, നിങ്ങൾ നാട്ടിലേക്ക് പോകുമ്പോൾ ഞങ്ങളും കൂടെ പോരട്ടെ എന്ന് ചോദിച്ചു. ഇതുണ്ടാവും അവസ്ഥ. ഏതായാലും പിന്നെ ഒരു സെന്റർ കൂടെ ഉണ്ടാവില്ല പുറത്ത്. അപ്പോൾ പുലിയും നരിയും മഹാനായ മടവൂർ CM വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളോട് ചോദിച്ചോത്ര, നിങ്ങൾ നാട്ടിലേക്ക് പോകുമ്പോൾ ഞങ്ങളും പോരട്ടെ. അപ്പോൾ പോന്നാ എന്തായിരിക്കും അവസ്ഥ? അതോ പറയാം, പോന്നാ എന്തായിരിക്കും അവസ്ഥ? ഒരു സെൻറ്ററും അവിടെ ഉണ്ടാവില്ല. അത് പരിഹാസമായിപ്പോയി. അതാ പറഞ്ഞത്, ഇവൻ എന്ത് തൊള്ള തുറന്നാൽ എന്തെങ്കിലും നുണല്ലാതെ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ പറയണതാ. കാരണം
അങ്ങനെ പുലിയും നരിയും മഹാനായ മടവൂർ സി എം വലിയുള്ളാഹി ഖദ്ദസുല്ലാഹു സിറുൽ അസീസ് തങ്ങളോടൊപ്പം പോന്നാൽ ഒരു സെൻറ്ററും അവിടെ ഉണ്ടാവില്ല. സെൻറ്ററിനോട് ഉദ്ദേശിക്കുന്നത് സുന്നി സെൻറ്ററും സി എം സെൻറ്ററും. സി എം സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് മടവൂർ മക്കാമിൻ്റെ നേരെപ്പുറത്ത് സി എം സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് സ്ഥാപനമുണ്ട്. ആ സി എം സെൻറ്റർ അവിടെ ഉണ്ടാവൂലാന്ന്, ഒരു സെൻറ്ററും അവിടെ ഉണ്ടാവൂലാന്ന്. ഈ സെൻറ്ററിന് കുറ്റടിച്ചത് ആരാ? ഈ സെൻറ്ററിന് ഈ സെൻറ്റർ തുടങ്ങി തന്നത് ആരാ? ഈ സെൻറ്റർ തുടങ്ങിയത് ആരാ? മഹാനായ മടവൂർ സി എം വലിയുള്ളാഹി ഖദ്ദസുല്ലാഹു സിറുൽ അസീസ് തങ്ങൾ. മടവൂർ സി എം വലിയുള്ളാണ് ഈ സി എം സെൻറ്റർ തുടങ്ങിയിരിക്കുന്നത്. ആ സി എം ഇതോനറിയില്ല, നൗഷാദിനെ അറിയില്ല. നൗഷാദിനെ അറിയുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ പറയില്ല. ഓനിപ്പോൾ സി എം സെൻറ്റർ തുടങ്ങിയ ആരാ? അത് എ പിക്കാർ തുടങ്ങിയ. അപ്പോൾ ഒരു സെൻറ്റർ അവിടെ ഉണ്ടാവില്ല. കാരണം എന്താ? മടവൂർക്കാണല്ലോ മടവൂർ സി എം വലിയുള്ളാഹിനോടൊപ്പം ആര് പോരുന്നത്? പിന്നെ സിംഹവും നരിയൊക്കെ പോരുന്നത്. അങ്ങനെ പോന്നു കഴിഞ്ഞാൽ ഓരിപ്പം മണ്ണുന്നണ മാതിരി അവൻ്റെ വർത്തമാനം കേട്ടാൽ ഒരു സെൻറ്റർ അവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കേട്ടാൽ. കാരണം സെൻറ്റർ എന്ന് പറഞ്ഞാൽ സി എം സെൻറ്റർ പറഞ്ഞാൽ സ്ഥാപനമല്ലേ. ആ സ്ഥാപനം തന്നെ ഒരു തിന്നു പോകുന്ന പറഞ്ഞ മാതിരിയാണ് അവൻ്റെ വർത്തമാനം നോക്കുകയാണ് നിങ്ങൾ. അപ്പോൾ ഇത് ആരുണ്ടാക്കി, ആരാണിതിൻ്റെ പിന്നെ കേന്ദ്രബിന്ദു, ഇതിൻ്റെ ഉത്ഭവം ആരിൽ നിന്നാണ്, അതൊന്നും ഓനറിയില്ല. ഓൻ സി എം സെൻറ്റർ ഏൽപ്പിക്കാറുതാണെന്നുള്ളൂ ഓനറിയാം. അപ്പോൾ പിന്നെ അതവിടെ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞു. പൊന്നാര മൊയന്തിന് ഉഷാദെ ഈ സി എം സെൻറ്ററിന് തറക്കല്ലിട്ടത്, സി എം സെൻറ്ററിന് കുറ്റിയടിച്ചത്, സി എം സെൻറ്റർ അവിടെ കയറ്റാൻ പറഞ്ഞത് ആരാധിച്ച്? മഹാനായ മടവൂർ സി എം വലിയുള്ളാഹി ഖദ്ദസുല്ലാഹു സിറുൽ അസീസ് തങ്ങളാ. അതാ അവിടെ ഉണ്ടാവില്ല പറഞ്ഞത്. അതെങ്ങനെ മടവൂരിൻ്റെ ഒപ്പം വന്ന പുലിയും നരിയും തിന്നു? പോട്ട. ഞങ്ങളും കൂടെ പോന്നിട്ടേ എന്ന് ചോദിച്ചു. ഞാൻ അവരോട് പറഞ്ഞില്ല പോരണ്ട, ഹസിയത്തായി യശുദ്ധ അലയിക്കും. പോന്ന നിങ്ങളെ കാര്യം ബേജാറാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പോരണ്ട എന്ന് പറഞ്ഞു. അണ്ണങ്ങൾ മടവൂരിൻ്റെ പേരിൽ കളവ് പറയണ്. ഓലെ കാര്യം ബേജാറിലാണ് വെച്ചിട്ട് ഞാൻ പോരണ്ടെന്ന് പറഞ്ഞു. ആ ബേജാറിലുള്ള ആൾക്കാരും തടുക്കാനും മടവൂരിൻ്റെ ബൈക്കൂടോ. മടവൂരിൻ്റെ പേരിൽ കളവ് പറയല്ലേ. മടവൂർ അങ്ങനത്തെ ഒരു വലിയ മഹാനാണ്. അള്ളാഹു അവിടുത്തെ ബർക്കത്ത് നൽകട്ടെ.